അടുത്ത നമ്മൾ ഗ്രാം-ഷ്മിഡിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സാണ് നോക്കുന്നത്. ഗ്രാം-ഷ്മിഡിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഒരു ഓർത്തോഗണൽ ബേസിസ് ജനറേറ്റ് ചെയ്യും. ഓർത്തോഗണൽ ബേസിസ് എവിടെ നിന്ന് ജനറേറ്റ് ചെയ്യും? നമുക്ക് B = U1 U2 എക്സെട്ര UN പറഞ്ഞിട്ട് ഒരു ബേസിസ് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ഒരു ഓർത്തോഗണൽ ബേസിസ് ജനറേറ്റ് ചെയ്യും. അതിനെ നമ്മൾ B' എന്ന് ഡിനോട്ട് ചെയ്തു. B' = V1 V2 എക്സെട്ര VN ഡിനോട്ട് ചെയ്തു. ഈ B' നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? വേറെ ഒരു ഓർത്തോ നോർമൽ ബേസിസ് ജനറേറ്റ് ചെയ്തെടുക്കും. അതിനെ നമ്മൾ B" എന്ന് വിളിക്കാം. B" എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ W1 W2 എക്സെട്ര WN. അപ്പോൾ B എന്ന് പറഞ്ഞത് എന്താ? U1 U2 എക്സെട്ര UN എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ B' ഉണ്ടാക്കിയെടുക്കും. അതെന്ത് തരം ബേസിസാണ്? ഓർത്തോഗണലാണ് B' എന്ന് പറഞ്ഞാൽ. ഈ B' നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? B" ഉണ്ടാക്കിയെടുക്കും. അതെന്താണ്? ഓർത്തോ നോർമലാണ്. ഓക്കെ, B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ U1 U2 എക്സെട്ര UN നമുക്ക് തന്നിട്ടുണ്ടാവും. B' നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിന് V1 V2 എക്സെട്ര VN ഡിനോട്ട് ചെയ്തു. B" പറഞ്ഞാൽ ഓർത്തോ നോർമലായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ W1 W2 എക്സെട്ര WN നമ്മൾ ഡിനോട്ട് ചെയ്തു. ഇനി നമുക്കതിൻ്റെ അതാണ് ഗ്രാം-ഷ്മിഡിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ഈ ഓർത്തോഗണൽ ബേസിസ് കൺസ്ട്രക്ട് ചെയ്യുന്നത് രണ്ടെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് R2ലും ഒന്ന് R3ലും. സോ B എന്ന് പറഞ്ഞാൽ നമുക്ക് U1 U2 നമുക്ക് തന്ന ബേസിസ് ആണ്. അതിനെ ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ട് നമ്മൾ എന്ത് കണ്ടെത്തുക? B' പറഞ്ഞാൽ V1 V2 ഓർത്തോഗണൽ ബേസിസ് കണ്ടെത്തുക. ഈ B എന്ന് പറഞ്ഞാൽ വെറും ബേസിസ് ആണ്. അത് ഓർത്തോഗണലാണോ ഓർത്തോ നോർമലാണോ എന്ന് നമുക്ക് പറയില്ല. സോ ഈ Bനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിട്ട് B' പറഞ്ഞാൽ V1 V2 പറഞ്ഞാൽ ഓർത്തോഗണൽ ബേസിസ് ആക്കി മാറ്റും. ഈ ഓർത്തോഗണൽ ബേസിസിനെ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ഓർത്തോഗണൽ ബേസിസ് ആക്കി നമ്മൾ കൺവേർട്ട് ചെയ്യും. V1 V2 കൺസിസ്റ്റ് ഓഫ് 2 സ്റ്റെപ്സ്. അതിന് അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നതിന് നമുക്ക് 2 സ്റ്റെപ്പാണ്. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? കൺസ്ട്രക്റ്റിംഗ് ഓർത്തോഗണൽ ബേസിസ് എന്ന് പറയുക. ഓർത്തോഗണലേ പറയുന്നുള്ളൂ. B" കൂടി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഓർത്തോ നോർമൽ ബേസിസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഓർത്തോഗണൽ ആയതുകൊണ്ടാണ് ഇവിടെ B' വെച്ച് അവസാനിച്ചത്. സോ ഫസ്റ്റ് ചൂസ് വൺ ഓഫ് ദി വെക്ടേഴ്സ് ഇൻ ബിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു വെക്ടറിനെ ചൂസ് ചെയ്യുക. ഒന്നുകിൽ U1 ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? V1 ചൂസ് ചെയ്യുക. നെക്സ്റ്റ് ഫൈൻഡ് എ വെക്ടർ V2 ഓർത്തോഗണൽ ടു V1. അതായത് ഈ U1 ചൂസ് ചെയ്തിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുക? V1 പേര് കൊടുക്കുക. U1 നമ്മൾ V1 കൊടുക്കുക. U1 V1 തന്നെ കൊടുക്കുക. ഇനി നമുക്ക് എന്ത് മാറ്റണം? അപ്പം നമുക്ക് ഒന്ന് മാറ്റി, ഒരു വെക്ടറിനെ നമ്മൾ എന്തായിട്ട് മാറ്റി? V1 ആക്കി മാറ്റി. ഇനി നമുക്ക് U2 മാറ്റണം. U2 മാറ്റാനുള്ള ഇക്വേഷനാണ്. U2 മാറ്റിയിട്ട് V2 ആക്കണം. അപ്പോൾ V2 കണ്ടെത്താനുള്ള ഇക്വേഷനാണ് V2 = U2 - U2 ഡോട്ട് V1 ഡിവൈഡഡ് V1 ഡോട്ട് V1 ഇൻറ്റു V1 ആണ്. അപ്പോൾ ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, ഇത് ഇൻറ്റു ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 ഇക്വേഷൻസ് പഠിച്ചു വയ്ക്കുക. നമുക്കൊരു ബേസിസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ ഓർത്തോഗണൽ ബേസിസ് കണ്ടെത്താൻ പറഞ്ഞാൽ ഓർത്തോഗണൽ ബേസിസിൻ്റെ V1 V2 ആണ് ടേംസ് വരുന്നത്. അപ്പോൾ ഓർത്തോഗണൽ ബേസിസ് കണ്ടെത്താൻ പറഞ്ഞാൽ V1 പറഞ്ഞാൽ U1 തന്നെയാണ്. V2 പറഞ്ഞാൽ U2 - U2 ഡോട്ട് V1 ഡിവൈഡഡ് V1 ഡോട്ട് V1 ഇൻറ്റു V1 എന്ന് പറയും. അതെന്താണ്? ഇസ് ആൻ ഓർത്തോഗണൽ ബേസിസ് ഫോർ R2 എന്ന് പറയാം. ഇനി ഇൻ സിമിലർ പ്രൊസീജിയറിൽ നമുക്ക് B എന്ന് പറഞ്ഞാൽ U1 U2 എക്സെട്ര U3 എന്ന് പറഞ്ഞാൽ ബേസിസ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിട്ട് B' എന്ന് പറഞ്ഞാൽ ഓർത്തോഗണൽ ബേസിസ് ആയിട്ട് ചൂസ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ V1 = U1 എടുക്കുക. V2ൻ്റെ ഇക്വേഷൻ V2 = U2 - U2 ഡോട്ട് V1 ഡിവൈഡഡ് V1 ഡോട്ട് V1 ഇൻറ്റു V1 വരും. ഇനി V3ൻ്റെ പറഞ്ഞാൽ V3 = U3 - U3 ഡോട്ട് V1 ഡിവൈഡഡ് V1 ഡോട്ട് V1 വരും. ഇനി U3 ഡോട്ട് V1 ഡിവൈഡ് V1 ഡോട്ട് V1 ഇൻറ്റു V1 മൈനസ് U3 ഡോട്ട് V2 ഡിവൈഡഡ് V2 ഡോട്ട് V2 ഇൻറ്റു V2 എന്ന് വരും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് പഠിക്കാം. ഏതിൽ? ഇൻ R3ൽ. ഓക്കെ, R2ൽ ഈ ഒരു ഇക്വേഷനും പഠിക്കാം. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവും. അത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മനസ്സിലാവും. സോ നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഇതാണ് എന്ത് വരുന്നത്? ഇതാണ് U1 വരുന്നത്. ഇത് U2. U1ഉം ഇത് U2. U1 U2 ഇതാണ് U2 വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? അതിന് ഓർത്തോ നോർമൽ ബേസിസ് ആണ് കണ്ടെത്തേണ്ടത്. ട്രാൻസ്ഫോം B ഇൻറ്റു ആൻ ഓർത്തോ നോർമൽ ബേസിസ്. അപ്പോൾ നമ്മൾ ഓർത്തോഗണൽ ആദ്യം കണ്ടെത്തണം. അപ്പോൾ ഓർത്തോഗണൽ കണ്ടെത്താൻ U1 U2 ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? V1 പറഞ്ഞാൽ ഓർത്തോഗണലിൽ V1 പറഞ്ഞത് U1 ആയിട്ട് തന്നെ ചൂസ് ചെയ്യാം. ആൻഡ് V2 എന്ന് പറഞ്ഞത് എന്തായിട്ട് ചൂസ് ചെയ്യുക? U2 - U2 ഡോട്ട് V1 ഡിവൈഡഡ് V2 = U2 - U2 ഡോട്ട് V1 ഡിവൈഡഡ് V1 ഡോട്ട് V1 ഇൻറ്റു V1 വരും. സോ U2 എന്ന് പറഞ്ഞത് എന്താ? ഇത് -1 1
മൈനസ് u2.v1 ആണ്. u2.v1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ u2 എന്ന് പറഞ്ഞാൽ ഈ -11 ആണ്. ആൻഡ് v1 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി -32 ആണ്. അപ്പോൾ എന്ത് ചെയ്യുക -1 ഇൻറ്റു -3 പ്ലസ് -1 ഇൻറ്റു 2 എന്ന് വരിക. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ആൻഡ് അതേപോലെ ഇവിടെ വരുന്നത് ഇൻറ്റു ആണ് കേട്ടോ. ഇവിടെ താഴെയും മേലെ നമുക്ക് എന്താ വരുന്നത് ഡോട്ട് പ്രോഡക്റ്റ് ആണ് വരുന്നത്. സോ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് കാണാം. ഡോട്ട് പ്രോഡക്റ്റ് കണ്ടെത്തുമ്പോൾ നമുക്ക് ബി ഡാഷ് എന്ന് പറഞ്ഞത് v1 v2 ആണെന്ന് കിട്ടും. v1 v2 എന്ന് പറഞ്ഞാൽ -32, -10/13 -15/30. അതായത് v1 v2 എന്നാണല്ലോ. v1 നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് -3/2 ആണെന്ന്. v2 ഇപ്പോൾ നമുക്ക് കിട്ടിയത് -10/13, 15/30 എന്നാണ് കിട്ടിയത്. അതെന്താണ് ഓർത്തോഗണൽ ബേസിസ് ആണ്. നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് ഓർത്തോ നോർമൽ ബേസിസ് ആണ്. ഓക്കെ, ഓർത്തോ നോർമൽ ആവണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം v1 v2 കിട്ടി. ഈ v1ഉം v2 എന്താണെന്ന് കാണിക്കണം യൂണിറ്റ് വെക്ടർ ആണെന്ന് അതിൻ്റെ നോമ് 1 ആണെന്ന് കിട്ടണം. നമ്മളോട് ഇനി പറഞ്ഞ ഓർത്തോ നോർമലാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഓർത്തോ നോർമൽ കണ്ടെത്താൻ ബി ഡാഷിനെ നമ്മൾ എന്ത് ചെയ്യുക b" ആയിട്ട് മാറ്റുക. b"ൻ്റെ ഇക്വേഷൻ w1, w2 എന്നാണ്. ഓക്കെ, അപ്പോൾ w1 കണ്ടെത്താനുള്ള ഇക്വേഷൻ v1/norm v1. അപ്പോൾ ലെങ്ത്ത് നമ്മൾ ഓർത്തോ ഗണൽ ചെയ്തതിൻ്റെ v1 ഡിവൈഡഡ് ലൈൻ്റെ ലെങ്ത്ത്. ആൻഡ് w2 എന്ന് പറഞ്ഞാൽ v2 ഡിവൈഡഡ് അതിൻ്റെ ലെങ്ത്ത്. സോ നോമിൻ്റെ ഡിഫൈൻ ചെയ്യുന്നത് v1 അല്ലേ. സോ -3² പ്ലസ് -2² എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി w1ഉം w2ഉം കിട്ടി. അതാണ് നമുക്ക് എന്ത് പറയാം ഓർത്തോ നോർമൽ ബേസിസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ബേസിസിൽ നിന്ന് ബേസിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ u1 u2 ആണ്. ആ u1 u2ൽ നിന്ന് നമ്മൾ എന്ത് കണ്ടെത്തി v1 v2 കണ്ടെത്തി. v1 v2 കണ്ടെത്താൻ u1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക v1നെ ചൂസ് ചെയ്യുക. v1നെ നമ്മൾ u1 ആയിട്ട് ചൂസ് ചെയ്യുക. ആൻഡ് v2ൻ്റെ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കാം. ഇവിടെ വീണ്ടും പറയുകയാണ് ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ് ഇൻറ്റു അല്ല. സോ ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് ആണ് ആൻഡ് ഇവിടെ എന്താണ് ഇൻറ്റു ആണ്. ഓക്കെ, നമ്മൾ v2 കണ്ടെത്തി. അപ്പോൾ v1ഉം v2ഉം കണ്ടെത്തി. ഇനി അതാണ് ഓർത്തോഗണൽ ബേസിസ്. ഇനി ഓർത്തോ നോർമലാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞത് എങ്കിൽ ഓർത്തോ നോർമലായിട്ട് നമ്മൾ w1 w2 ആണ് ഡിനോട്ട് ചെയ്യുക. സോ v1/norm v1 വരുന്നത് ഒരു ഓർത്തോ നോർമൽ. ഇവിടെയും എന്ത് വരുന്നു v2/norm v2 എന്ന് പറഞ്ഞത് വേറൊരു ഓർത്തോ നോർമൽ ബേസിസ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്ത നോക്കുക. അത് സെറ്റ് b = 1 1 1 1 2 2 1 1 0 is a basis for R3. അത് ട്രാൻസ്ഫോം ബി ഇൻറ്റു ആൻ ഓർത്തോ നോർമൽ ബേസിസ്. ഓർത്തോ നോർമൽ ബേസിസ് ആക്കിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ എന്ത് കണ്ടെത്തേണ്ടത് അത് ബേസിസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് അത് ബേസിസ് ആണെന്ന്. ഓക്കെ, ഈസ് എ ബേസിസ്. സോ അത് ബേസിസ് ആണ് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഓർത്തോ നോർമൽ ബേസിസ് ആക്കി കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇത് u1 ഇത് u2 ഇത് u3 അങ്ങനെ നമുക്ക് വന്നിട്ടുള്ളത്. സോ u1 1 1 1 u2 പറഞ്ഞാൽ 1 2 2 u3 പറഞ്ഞാൽ 1 1 0 ആണ്. ദെൻ v1 u1 ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുക. ദെൻ v2 എന്ന് പറഞ്ഞാൽ u2 മൈനസ് u2.v1 ഡിവൈഡഡ് v1.v1 ഇൻറ്റു v1 ആണ്. അപ്പോൾ അതിൽ എല്ലാത്തിനെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -2/3 1/3 1/3 എന്ന് വരും. അതേപോലെ നമ്മൾ എന്ത് കണ്ടെത്താം u3 കണ്ടെത്താം. v2 കണ്ടെത്തി. ഇനി എന്ത് കണ്ടെത്തണം v3 കണ്ടെത്താം. v1 v2 v3 വന്നാലേ നമുക്ക് എന്തായിട്ട് മാറുള്ളൂ അത് ഓർത്തോഗണലായിട്ട് മാറുള്ളൂ. സോ v1 v2 v3 ഇതേപോലെ തന്നെ v3 കണ്ടെത്താം. v3 കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടി b' v1 v2 v3 ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ കണ്ടില്ലേ u2.v1 ഒക്കെ അത് നമുക്ക് ഒന്നുകിൽ നേരിട്ടിട്ട് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇതേപോലെ സെപ്പറേറ്റ് എഴുതിയിട്ട് ആദ്യം അതിൻ്റെ വാല്യൂ കണ്ടെത്തിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെയും ചെയ്യാം. അപ്പോൾ v3 നമ്മൾ കണ്ടെത്തുക. v3 കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് b' എന്ന് പറഞ്ഞാൽ v1 v2 v3 നമുക്ക് കിട്ടും. സോ അത് ഓർത്തോഗണൽ ബേസിസ് ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടെത്തണം w1 w2 w3 കണ്ടെത്തണം. w1 w2 w3 പറഞ്ഞാൽ ഓർത്തോ നോർമൽ ആവും. അപ്പോൾ w1 പറഞ്ഞാൽ v1 ഡിവൈഡഡ് norm v1, w2 പറഞ്ഞാൽ v2 ഡിവൈഡഡ് norm v2, w3 പറഞ്ഞാൽ v3 ഡിവൈഡഡ് norm v3. അപ്പോൾ 3 ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും b" w1 w2 w3 is an ortho normal basis for R3 എന്ന് കിട്ടും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ഒരു essay ക്വസ്റ്റ്യൻ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇനിയൊരു തിയറാണ് പറഞ്ഞത് ഗ്രാം-ഷ്മിഡിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സ്. ഈ ഗ്രാം-ഷ്മിഡിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം മുഴുവൻ ചെയ്തത്. അപ്പോൾ ഈ ജസ്റ്റ് ഈ ഒരു തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ബി എന്ന് പറഞ്ഞത് u1 u2 എക്സെട്ര um അവിടെ രണ്ട് R2ൻ്റെയും R3ൻ്റെയും കേസാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പം നമ്മൾ ബി എന്ന് പറഞ്ഞത് u1 u2 എക്സെട്ര um വരെ എടുത്തിട്ടുണ്ട്. അതൊരു ബേസിസ് ആണ്, RNൻ്റെ ബേസിസ് ആണ്. അതിൻ്റെ ഓർത്തോഗണൽ ബേസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ b' ഈക്വൽ ടു v1 v2 എക്സെട്ര vn. ഇതിൽ ഓരോ ടേം v1 v2 അങ്ങനെ ഓരോ ടേം എങ്ങനെ കണ്ടെത്തുക എന്നാണ് പറയുന്നത്. v1 എന്ന് പറഞ്ഞത് നമ്മൾ ഇവിടുത്തെ u1 ആയിട്ട് തന്നെ ചൂസ് ചെയ്യാം. v2 എന്ന് പറഞ്ഞത് u2 മൈനസ് u2.v1 ഡിവൈഡഡ് v1.v1 ഇൻറ്റു v1. v3 എന്ന് പറഞ്ഞാൽ എന്ത് വരും
അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ U1 കണ്ടെത്തിയിട്ടുണ്ട്, U2 കണ്ടെത്തിയിട്ടുണ്ട്. അല്ല, U1 ആൻഡ് U2 അല്ല, V1 കണ്ടെത്തിയിട്ടുണ്ട്, V2 കണ്ടെത്തിയിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ നമ്മൾ കണ്ടെത്തിയ 2 എലമെൻറ്റ്സിന് 8 എഴുതുക. അപ്പോൾ നമ്മളിവിടെ V3 ആണ്. അപ്പോൾ U3 മൈനസ് U3 ഡോട്ട് V1 ഡിവൈഡഡ് V1 ഡോട്ട് V1 ഇൻറ്റു V1 മൈനസ് U3 ഡോട്ട് V2 ഡിവൈഡഡ് V2 ഡോട്ട് V2 ഇൻറ്റു V2. ഇനിയിപ്പോൾ V4 ആണ് നമുക്ക് കണ്ടെത്തേണ്ടത് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ U4 വരും. ഓക്കെ, U4 മൈനസ് U4 ഡോട്ട് V1 ഡിവൈഡഡ് V1 ഡോട്ട് V1 ഇൻറ്റു V1 വരും. അടുത്തത് U4 ഡോട്ട് V2 ഡിവൈഡഡ് V2 ഡോട്ട് V2 ഇൻറ്റു V2 എന്ന് വരും. അതുപോലെ U4 ഡോട്ട് V3 ഡിവൈഡഡ് V3 ഡോട്ട് V3 ഇൻറ്റു V3 എന്ന് വരും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ കണ്ടെത്താം. ഇൻ ജനറലി VM എന്ന് പറഞ്ഞിട്ടുണ്ട്, VM ഈക്വൽ ടു UM മൈനസ് UM dot V1 divided V1 dot V1 into V1 and UM dot V2 divided V2 dot V2 into V2 etc. UM dot VM minus 1. UM അവിടെ തന്നെ VM minus 1. ഇവിടെ Vൻ്റെ ടേം എന്തായിട്ടും ഒരു M minus 1 വരെ വരും, തൊട്ട മുന്നിലുള്ള ടേം വരെ. സോ ഇൻറ്റു VM ഇസ് എന്താണ് ഓർത്തോഗണൽ ബേസിസ് ഫോർ WM എന്ന് വരും. ഇനി ഓർത്തോ നോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് B ഡബിൾ ഡാഷ് വരും. B ഡബിൾ ഡാഷ് പറഞ്ഞാൽ W1 W2 എക്സെട്ര WN ആണ്. അതെന്താണ്? V1 ബൈ നോം V1, അതാണ് W1. ആൻഡ് W2 എന്ന് പറഞ്ഞാൽ V2 ബൈ നോം V2 ആൻഡ് WN എന്ന് പറഞ്ഞാൽ VM ബൈ നോം VM. അപ്പോൾ ഓർത്തോഗണലും ഓർത്തോ നോർമലും അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോരുത്. ഓർത്തോഗണൽ പറഞ്ഞ ഈക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ്, ഓർത്തോ നോർമൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇതാണ് ഗ്രാം ഷ്മിഡിറ്റ് ഓർത്തോ